അപ്പോൾ ശനി ഞായറൊക്കെ ലീവല്ല, നമുക്കൊരു ട്രിപ്പ് അടിച്ചാലോ? നമ്മൾ യൂസുഫ് അലി കാക്കാൻ്റെ കോഴിക്കോട് ലുലു മാള് കുറേ ആയി പോകണം എന്ന് വിചാരിക്കണേ. സ്റ്റാർട്ടിങ്ങിലൊക്കെ വിചാരിച്ചപ്പോൾ എന്തായി ഭയങ്കര തിക്കും തിരക്കൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ലുലു മാളിലേക്കുള്ളൊരു അടിപൊളി ട്രിപ്പാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാട് കാണാനുണ്ട്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയോ വിചാരിച്ചിട്ട് പോയതാണ്. എന്നാൽ പ്രതീക്ഷിച്ചത്ര ഇല്ല എന്ന് പറഞ്ഞ പോലും ശരിയാണ്. എന്നാലും എന്താ പറയുക, കാണേണ്ട കാഴ്ചകൾ ഒരുപാടുണ്ട്. താനും റേറ്റൊക്കെ നോക്കിയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഞങ്ങളൊന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. കിഡിലും ഫുഡുണ്ട്, അതുപോലെ നല്ല കളക്ഷൻസ് ഇതുണ്ട്. അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഗെയിമിങ് ഏരിയകളുണ്ട്. കുട്ടികൾ പോയാൽ അവിടെ നിന്ന് പോരില്ല. അതുപോലെ പോളി ഫുഡ് സ്പോട്ടാണ് ഉള്ളത്, നല്ല നീറ്റും വൃത്തിയായിട്ട്. അത് പിന്നെ ഒരു മാളിൻ്റെ കാര്യമാകുമ്പോൾ പിന്നെ അത് പറയേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ലുലു ഗ്രൂപ്പിൻ്റെ കാര്യം കൂടി ആകുമ്പോൾ. എന്നിരുന്നാൽ പോലും വെറുതെ എങ്ങനെ ഒന്ന് മൈൻഡ് റിലാക്സ് ആവാനൊക്കെ ഇരിക്കാനും ഒക്കെ ഒന്ന് പോവാം. ഇരിക്കാനെന്ന് പറയുമ്പോൾ ഇവിടെ ആകെ ചെയറുള്ള ഒരു സ്ഥലം ഈ ഫുഡ് സ്പോട്ടാണ്. അപ്പോൾ ഇനി ഇതൊരു എന്താ പറയുക, ഒരു ബിസിനസ് ഐഡിയയും കൂടിയാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ ബാക്കി എവിടെ ഇരിക്കാനൊരു ചെയറില്ല ഇവിടെ, അതുപോലെ ഇതിൻ്റെ ഉള്ളിലൊരു ക്ലോക്കും ഇല്ല. അപ്പോൾ ഇവിടെ നല്ല റേറ്റാണ്. കഴിക്കണ്ടെന്ന് തോന്നിയാൽ പോലും ഒന്ന് നടന്ന് നമ്മുടെ കാലൊക്കെ വേദനിക്കുന്ന പോലെ തോന്നും. വൈബിലെങ്ങനെ നടക്കുമ്പോൾ ക്ഷീണമൊന്നും തോന്നില്ല. എന്നാൽ പോലും ഫുൾ എ സിയും കൂടി ആയതുകൊണ്ട് ക്ഷീണമൊന്നും ഉണ്ടാവില്ല. എന്നാലും കുറച്ചിങ്ങനെ നടക്കുമ്പോൾ നമുക്കൊന്നും ഇരിക്കണം തോന്നില്ല. ഇനി നിങ്ങൾ തള്ള വൈബ് അടിക്കാമെന്നൊന്നും പറയരുത്. അങ്ങനെ ഇരിക്കാമെന്നൊക്കെ ഒന്ന് തോന്നുമ്പോൾ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ ഐറ്റംസ് ഫുഡും കുറച്ച് ഓർഡർ ചെയ്ത് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നോക്കി. ഇത് കുട്ടികളുടെ ഗെയിമിങ് ഏരിയ ആണ്. നല്ല അടിപൊളി ഇതുകളുണ്ട്. കുട്ടികൾ അവിടെ നിന്ന് പോരുന്നില്ല. അതുപോലെ തന്നെ ആർട്ട് ഏരിയകളുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഒന്ന് ഇരിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വെള്ളമെങ്കിലും വാങ്ങും. നമ്മളെ ഫേസ് കാണിച്ചു കൊടുത്താൽ, ഫോട്ടോസ് കാണിച്ചു കൊടുത്താൽ 15 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് വരച്ചിട്ട് അടിപൊളിയായിട്ട് പെൻസിൽ ഡ്രോയിങ്, കളർ ഡ്രോയിങ് ഒക്കെ ആയിട്ട് ചെയ്തു തരുന്ന അവരുണ്ട്. ഇത് ഹൈലൈറ്റ് മാളിലും എല്ലാം ഉണ്ട്. എന്നാലും ഇവിടെ ഞങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യിപ്പിക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തു കൊടുത്ത്. കുട്ടികൾക്കുള്ള റൈഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവരൊരു കാർഡാണ്, നമ്മളൊരു ATM കാർഡ് പോലെ, അല്ലാതെ നമ്മൾ ഓരോ സ്ഥലത്ത് പൈസ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കാർഡ് വലിച്ചിട്ടാണ് ചെയ്യുക. കാർഡിന് നമ്മൾ ആദ്യം റീചാർജ് ചെയ്യണം. അത് ഇപ്രാവശ്യം വരുമ്പോൾ തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിലും പിന്നെ ഒരു പ്രാവശ്യം വരുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. 650 700 അങ്ങനെ എന്തോ ആണ് അതിന്. അത് നമുക്ക് എത്ര ഒരു 7 റൈഡോ 6 റൈഡോ അങ്ങനെ എന്തെല്ലാം ഉണ്ട്, അതിൽ കയറാം. അതുപോലെ 3D തിയേറ്ററിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ, ഫുള്ളായിട്ടില്ല. ഇനി എന്തൊക്കെയോ ഇതിലുണ്ട്, അതിൽക്കൊക്കെ സെറ്റായി വരുന്നേ ഉള്ളൂ. ഇവിടെ എപ്പോൾ വരുമ്പോഴും ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റികളെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കസിന്. പക്ഷേ ഞങ്ങൾക്ക് അതിന് പറ്റിയില്ല. ഞങ്ങൾ വന്നപ്പോൾ കസിനൊന്നുമില്ല. പ്രത്യേകിച്ച് ഇന്ന് ഇവിടെ വലിയൊരു തിരക്ക് കാണുന്നില്ല. ഞങ്ങൾ വന്ന ടൈമിൽ ഇവിടെ അധികം പേരെ കാണാനില്ല. ചെറുതാണോ വലുതാണോ ഒരുപാട് ചിലവ് നോക്കണോ അതൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നമ്മളൊരുപാട് നമ്മളെ ബിസിനസ് കാര്യങ്ങളായാലും വീട് കാര്യങ്ങളായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ബിസി ആയിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു യാത്ര നടത്തുന്നത് ഒരുപാട് നല്ലതാണ്. നമ്മളെ മനസ്സിന് മൈൻഡ് ഒന്ന് റിലാക്സ് ആവാനും മൊത്തത്തിൽ നമ്മളൊന്ന് ഫ്രീ ആവാൻ. ഈ യാത്ര എന്നുള്ളതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ യാത്രയിലേക്ക് നമ്മൾ വണ്ടി കയറുന്നത് വരെ ആ നിമിഷം വരെ നമ്മളെ മണ്ടയിൽ എന്തെല്ലാം ഉണ്ടായിരുന്നോ അതൊക്കെ വണ്ടി സ്റ്റാർട്ടാക്കുന്നതോടെ പോകും. അതൊരു മായാജാലമാണ്. അത് നമ്മൾ അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവാൻ പറ്റുള്ളൂ. അതുവരെയുള്ള എല്ലാ മൂഡും മൊത്തത്തിൽ കംപ്ലീറ്റ് നമ്മളെ തലയിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ എറേസ് ചെയ്യുക, റബ്ബർ കൊണ്ട് മായ്ച്ച് കളയുന്ന പോലെയാണ്. പെട്ടെന്ന് മാഞ്ഞു. പിന്നെ നമുക്ക് ആ യാത്ര എങ്ങനെയാണ്, യാത്രയിൽ എന്താണ്, മഴയാണോ ചൂടാണോ വെയിലാണോ, അതുപോലെ ആ വൈബായിട്ട് നമ്മളെ മനസ്സും നമ്മൾ ഒരുപോലെ അങ്ങോട്ട് ആയിപ്പോവും. പിന്നെ നമുക്ക് ബാക്കിയുള്ള വീട്ടിലെന്താ അങ്ങനെയുള്ള ചിന്തകളോ നാട്ടിലെന്താന്നുള്ള ചിന്തകളോ ഒന്നും നമ്മളെ തലയിൽ കയറില്ല. നമ്മളെ തലയിൽ ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റൈഡുകളുണ്ട് ഇവിടെ. നമുക്ക് കണ്ടാൽ തല കറങ്ങിപ്പോകുന്ന റൈഡുകളാണ്. ഇത് കണ്ടപ്പോൾ ഇതിലൊന്ന് കയറി കൂടണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ കോലം കണ്ടപ്പോൾ പിന്നെ ഞാൻ ആ ചിന്ത അങ്ങോട്ട് മാറ്റി. വേണ്ടാന്ന് വെച്ച് വെറുതെ ഇല്ല. കാക്ക പറഞ്ഞു വെറുതെ തിരിഞ്ഞു വിളിച്ചിട്ടാ ഇല്ലാത്ത തല എൻ്റെയൊക്കെ പൊട്ടിയ എൻ്റെ കാലിസ്ഥലാവുമ്പോൾ പെട്ടെന്ന് പൊട്ടുമെന്ന് പറഞ്ഞു കാക്കു. അതുകൊണ്ട് പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. ഇവൻ തന്നെ തല കറങ്ങുന്ന കണ്ടപ്പോൾ നമ്മളെ തല പൊട്ടത്തിൽ കറങ്ങി. ഞങ്ങൾ 3Dയിൽ കയറി. 3D അതൊരു വേറെ വൈബാണ്. അതിൽ കയറി.
പിന്നെ നമുക്ക് കാര്യമായിട്ട് മുതലായത് ഫുഡ് സ്പോട്ട് തന്നെയാണ്. അടിപൊളി പാനിപൂരി. മന്തി മാത്രം നോക്കിയിട്ടില്ല. മന്തി പുറത്തൊന്നും മന്തി തന്നെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്പെഷ്യൽ ജ്യൂസുകൾ, മൊജിറ്റോസ്, അത് ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നല്ല അടിപൊളി പുഡിങ്ങുകൾ കിട്ടും കേട്ടോ. എസ്പെഷ്യലി ടെൻഡർ കോക്കനട്ടിൻ്റെ വേറെ പറഞ്ഞാൽ പല വെറൈറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങളങ്ങനെ കറങ്ങി. രാവിലെ 8 മണിക്ക് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട്. ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽസിൽ പോണ പോലെ വലിച്ചു വാരി ഇടാനൊന്നും ഇല്ല. എല്ലാം ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എടുത്ത് നോക്കാനൊക്കെ എളുപ്പമുണ്ട്. ആരും ഒരു സെയിൽസ്മാൻ്റെയും സെയിൽസ് ഗേളിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കങ്ങനെ നോക്കിയിട്ട് അത് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. മൊത്തത്തിൽ ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ളതിനേക്കാൾ ഒരുപാട് റേറ്റ് ഉണ്ട് എന്നാണ് തോന്നിയത്. ചിലർ പറയുന്നുണ്ട് ഇവിടെ ഓരോരോ ദിവസങ്ങളിൽ ഓഫറൊക്കെ ഉണ്ട്. ഈ വീക്കെൻഡ് ടൈം ആകുമ്പോൾ സൺഡേ മൺഡേ ഈ സമയത്താകുമ്പോൾ സാറ്റർഡേ ഒക്കെ ആകുമ്പോൾ റേറ്റ് കൂടും. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ഓരോരോ ഓഫറുകൾ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ആ ഓഫറും ടൈമൊക്കെ നോക്കി വരണം. അപ്പോൾ പിന്നെ അത് നോക്കിയിട്ടില്ല. കിഡ്സ് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. ഹൈലൈറ്റ് മാളിലെ പോലെ തന്നെയാണ്. പിന്നെ ഇവിടെ സ്നോ ഫാൻറ്റസി ഇല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടത്തേനേക്കാളും ഇഷ്ടപ്പെട്ടത് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ. ഇവിടെയും കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ അവിടെ ആ സ്നോ ഫാൻറ്റസി അടിപൊളിയാണ്. ഇവിടെ അത് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവിടെ തിയേറ്ററും ഇപ്പം ഇല്ല. തിയേറ്ററും ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ലുലു ഗ്രൂപ്പിൻ്റെ ആയതുകൊണ്ട് മുതലാവില്ല. പക്ഷേ ഇതിനേക്കാളും അടിപൊളിയാണ്. ഞങ്ങൾ ഈ എറണാകുളം ലുലു മാൾ പോയിരുന്നു. അവിടെ തിയേറ്റർ ഉണ്ട്, അതുപോലെ എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഇതിനേക്കാളും ഒന്നും കൂടെ വലിപ്പവും തോന്നുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിലൊക്കെ സ്ഥലമുണ്ട്. ഇനിയും ഒന്നും കൂടെ ഒക്കെ ഉയരും തോന്നുന്നുണ്ട്. ഇതിപ്പോൾ എന്താ 3 ഫ്ലോറൊറ്റേ ഉള്ളൂ. അത് ഇതിനേക്കാളും ഒരുപാട് ഫ്ലോറും ഒരുപാട് പാർക്കിങ്ങും ഒക്കെ ആയിട്ട് എറണാകുളം ലുലുമാളിൽ പോയാൽ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും ഏത് ഭാഗം നോക്കിയാലും ഒരുപോലെ ആയിട്ടാണ് തോന്നുന്നത്. പെട്ടെന്ന് നമുക്ക് വഴി തെറ്റിപ്പോവും. കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനി അത് കാണണം എന്നുള്ളവർക്കാണെങ്കിൽ ലുലുമാള് സുർമി ബ്രൂസ് അടിച്ച് നോക്കിയാൽ മതി, കാണും. ഇന്ന് മെറ്റീരിയൽ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ അപ്പോൾ അവരിന്ന് വരൂല, വണ്ടി എന്തോ കേടാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇനി മെറ്റീരിയൽ എടുക്കാനും ഇല്ല, വേറെ ഫങ്ഷൻസും ഇതൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെ തപ്പിത്തടഞ്ഞ് പോകുന്നതാണ്. ഏതായാലും വന്നത് മുതലായി കിടക്കാച്ചി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ളതാണ്. ഇനിയിപ്പോൾ കോഴിക്കോട് ഭാഗത്തല്ലെന്നുണ്ടെങ്കിലും നമ്മളെ കോഴിക്കോട് വന്നാൽ ലുലു മാൾ മാത്രമല്ല കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഹൈലൈറ്റ് മാളുണ്ട്, അതുപോലെ നല്ല അടിപൊളി സദ്യ കിട്ടുന്ന സ്പോട്ടുകളുണ്ട്, സീ ഫുഡുകളുണ്ട്, ഞങ്ങളെ കോഴിക്കോട് ബീച്ചുണ്ട്. വന്നാൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇനി ദൂരമുള്ളവരാണെങ്കിലും എന്ത് ചെയ്യുക, പറ്റുകയാണെങ്കിൽ കോഴിക്കോട് വരിക, നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് നല്ല സ്നേഹമുള്ളവർ മാത്രമുള്ള മലപ്പുറം എന്ന് പറഞ്ഞ നാടുണ്ട്. അവിടെയാണ് നമ്മൾ. അപ്പം ഇനി മലപ്പുറത്തേക്ക് വന്നാലും കാഴ്ചകൾക്ക് പഞ്ഞൊന്നുമില്ല. ഞങ്ങളെ കൊട്ടക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ മലപ്പുറത്തും ഹൈലൈറ്റ് മാൾ വരുന്നുണ്ട്. ഇനി ലുലു മാൾ വരുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മളൊന്ന് തള്ളി മറിച്ചെന്നേ ഉള്ളൂ. ഇപ്പം എന്ത് കണ്ടാലും അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണം എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരാളിത് പറഞ്ഞപ്പോൾ മസാജ് ചെയ്യാൻ കയറിയതാണ്. വീട്ടിൽ സ്വസ്ഥതയില്ല, എവിടെന്നെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. അപ്പോൾ പിന്നെ മൂപ്പിൽ ഇത് ചെയ്താൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് സംഭവം ഞാനും ഇതിൽ കയറിപ്പോയി. അടിപൊളിയാണ്. അപ്പോൾ മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിലും നോക്കാം. താങ്ക് യു.